ഉണ്ണിക്ക് ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ദുൽഖറും ചെയ്തു വരുന്നേ ഉള്ളൂ. ഫഹദിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, നിവിനും കിട്ടിയിട്ടുണ്ട്. നിവിന് ലക്ക് കൂടുതലുണ്ട്. വെരി ലക്കി. ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഓൾറെഡി കണ്ട് ക്യാരക്ടർ ആവാം. മഞ്ജു വാര്യരൻ കണ്ണെഴുതി പൊട്ടും തൊട്ട് ശോഭനൻ മണിച്ചിത്രത്താഴ്, ഉർവശിയൻ തലണമന്ത്രം. ഓക്കെ, എല്ലാം എനിക്ക് ചെയ്യണം എന്ന് നമുക്ക് നമ്മളെ കൊണ്ട് എനിക്കിപ്പം ചെയ്യണമെന്ന് പറ്റുന്നത് നാടൻ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി മോഡേൺ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ മൂന്നെണ്ണത്തിൽ ആരുടെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം? കണ്ണെഴുതി പൊട്ടും തൊട്ട്, മഞ്ജു തലയണമന്ത്രം, മണിച്ചിത്രത്താഴ്. എനിക്ക് കൂടുതൽ ആപ്റ്റ് ആകുന്നത് തലയണമന്ത്രം. ഇപ്പൊ മലയാള ഇൻഡസ്ട്രിയിലെ നമ്പർ 1 ആക്ടർ ആരാണ്? ആക്ടർ യങ്സ്റ്റേഴ്സ് വേണോ? പൃഥ്വിരാജ്. ഓക്കെ, ഞാൻ കുറച്ച് ടൈറ്റിൽസ് പറയാം, അത് ആർക്ക് കൊടുക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും മോശമായ പാട്ടുകാരി? മോശമായ പാട്ടുകാരി ഞാൻ തന്നെ. പാട്ടുകാരൻ എൻ്റെ ഹസ്ബൻഡ്. ഏറ്റവും മോശം സ്റ്റൈൽ വൈസ് വേഴ്സ്റ്റ് ഡ്രസ്ഡ്? ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണോ? അറിയാവുന്ന പ്രിഫറബിളി ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി നന്നായിട്ടൊക്കെ എഫേർട്ട് എടുക്കാൻ തോന്നിയിട്ടുള്ള ആള്. ഓക്കെ, അവരെന്താ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി സുന്ദരനാകും എന്നൊക്കെ വിചാരിച്ചു. സുന്ദരൻ ആരായാലും എനിക്കതിൽ തോന്നുന്നത് ലെനയാണ്. ലെന ചേച്ചി, കാരണം പുള്ളിക്കാരി ഒട്ടും ശ്രദ്ധിക്കാറില്ല ഒന്നിലും. വെരി കാഷ്വൽ ആണ്, പക്ഷെ നല്ല ആക്ട്രസ് ആണ്. ക്യാരക്ടർ റോൾ ചെയ്ത് ഇത്രയും നല്ല മിടുക്കിയ ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്. സീരിയലിലും എത്ര റോൾസാ ചെയ്തിരിക്കുന്ന ലെന ഒരുങ്ങിയാൽ നല്ല സുന്ദരിയാണ്. ആബ്സല്യൂട്ട്ലി. നല്ല ബോഡി സ്ട്രക്ചർ എല്ലാം കൊണ്ട് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആണുങ്ങളിൽ എല്ലാവരും ഉണ്ടോ? ആണുങ്ങളെ ജഗദീഷ് ചേട്ടൻ ഇടയ്ക്കുണ്ടല്ലോ ഒരു ബ്ലേസർ ഒക്കെ ഇട്ട് ഇങ്ങനെ ചാടി വരും. അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ. വേണ്ടായിരുന്നു ഒന്നുമില്ല. സത്യം പറഞ്ഞ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കും. പെണ്ണാവാ ആണാവാ? പെണ്ണുങ്ങൾ ആരും തന്നെ ഇല്ല, എല്ലാരും ഓൾറെഡി മാനേജ് ചെയ്യും ഡാൻസ്. ആണുങ്ങള് കുറച്ച് അധികം ഉണ്ടെങ്കിലേ ഉള്ളൂ. ജഗദീഷ് ചേട്ടന് ഇടയ്ക്ക് പക്ഷെ വേസ്റ്റ് ഒന്നും അല്ല, ഭയങ്കര എന്റർടൈനറാണ്. ഞങ്ങൾ സെയിം നാളുകാരാ, തിരുവാതിര. ട്രൂ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, കംപ്ലൈന്റ് ചെയ്യില്ല, ഡെഡിക്കേറ്റഡ് ആണ്, ഹാർഡ് വർക്കർ ആണ്. ഞങ്ങളൊക്കെ കംപ്ലൈന്റ് ബോക്സ് ആണ്. സമയം ലേറ്റ് ആയാൽ തുടങ്ങും ഞങ്ങള്. ജഗദീഷ് ചേട്ടൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എത്ര ടേക്ക് വേണേലും എടുത്തു തരും. പെർഫെക്ഷന്റെ ആളാണ്, എക്സൈറ്റ്മെന്റ്. അപ്പൊ ജഗദീഷ് ചേട്ടൻ തന്നെയാണോ ബെസ്റ്റ് ഡാൻസർ? അല്ല, അത് ഞാൻ തന്നെ ആയിരിക്കും എന്റെ ലൈഫിൽ. മമ്മൂക്കൊക്കെ ഇല്ലേ? മമ്മൂക്ക ഒരെണ്ണം കൊടുത്തില്ലേ? വേണ്ട, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അത്ര ടഫ് ഒന്നും അല്ലായിരുന്നല്ലോ. അല്ല, ഇനിയും ടഫ് ഇതിലും മേലെ വരുന്നുണ്ടോ? ഇല്ല, തീർന്നോ? ഞാൻ നിർത്തി. അധികമൊന്നുമില്ല. ഇത് ഈസി ആയിരുന്നു, ബിക്കോസ് ഞാൻ എവിടെ പോയാലും ഞാൻ ഫ്രാങ്ക് ആണ്. സോ യു ആർ ഫൈൻ. അപ്പോൾ see there was nothing there. The only problem is ഇതിൽ വളരെ എനിക്ക് ഡിസൈഡ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒന്നും ഉണ്ടായിരുന്നില്ല. എടി കള്ളി, അതുകൊണ്ട് ആ സമ്മാനം ശരിക്കും എനിക്ക് വേണ്ടതാണ്. നിനക്ക് ഓൾറെഡി ഒരെണ്ണം കിട്ടിയല്ലോ. പിന്നെ എന്റെ കുട്ടിക്ക് പന്തിയിൽ പക്ഷാഭേദം പാടില്ല. ഈ കൊച്ചു കുട്ടികൾ വളരുമ്പോൾ കോലുമിട്ടായിട്ട് കൊച്ചു കുട്ടിയെ കൊണ്ട് അപ്പൊ നമുക്കൊരു പാട്ട് പാടിക്കാം. പാട്ട് പാടി ഇത് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് കൊടുക്കാം. പാട്ട് പാടണം. ഹിന്ദി സോങ് മയക്കരാം. പാട്ട് നന്നായി പാടണം. എന്നിട്ട് ഞങ്ങൾ രണ്ടും ജഡ്ജ് ചെയ്യും. 10 സംഗതി ഉണ്ടോ, ശ്രുതി ഉണ്ടോ, താളമുണ്ടോ, ഭേദമുണ്ടോ എന്നൊക്കെ. ഓക്കെ, അതൊന്നും എനിക്കില്ലെങ്കിലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. नन्ही सी चिड़िया आंगना में फिर आ जा रे, ओरी चिड़िया नन्ही सी चिड़िया आंगना में फिर आ जा रे, अंधियारा आंगना में फिर आ जा रे, हमने तुझ पे हजारों सितम है किए, हमने तुझ
मुझ पे जहाँ भर के जुल्म किए, हमने सोचा नहीं तू जोड़ जाएगी ये ज़मीं तेरे बिन सूनी रह जाएगी। किसके दम पे सजेगा मेरा अंगना, ओरी चिड़ैया नन्ही सी चिड़िया अंगना में फिर आ जा रे, ओरी चिड़ैया। താങ്ക് യു. ഗുഡ്. അപ്പൊ ബേസിക്കലി എന്റെ സീറോ ഡിപ്ലോമസി റൗണ്ടിൽ രണ്ടുപേരും നന്നായി തന്നെ ചെയ്തു. പക്ഷേ പന്തിയിൽ പക്ഷാപാതം കാണിച്ചു. കൊച്ചുകുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിതിനെ സമ്മാനത്തിൽ പറഞ്ഞു വിട്ടാൽ നാളെ ഇത് സ്കൂളിൽ പോയി എന്ത് പറയാം എന്നെ കുറിച്ച് അല്ലേ? അതെ എനിക്കറിയാം. ഓൾറെഡി അവരുടെ വിചാരം ഞാൻ ഹങ്കാരി ജാടകാരി. അങ്ങനെ ആരുടെ വിചാരമില്ല, അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം. ആർക്കും വരണം പ്ലീസ്, അങ്ങനെ പറയില്ല. ഭാഷ നൽകും. സോ ആശ, ഞാൻ പാട്ട് പാടില്ല രഞ്ജിനി. സമ്മാനമൊക്കെ വാങ്ങിച്ചു, ഷോ സമ്മാനം ഓൾറെഡി കിട്ടി, ഇനിയൊന്നും കിട്ടാനില്ല. ഞാൻ പാട്ട് പാടില്ല. ഞാൻ പറയട്ടെ, പാടും. ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് പാട്ടാ പാടാ? ഇന്നലെ ഒരു പാട്ട് പാടി. ഏതാ? ഫേസ്ബുക്ക് അല്ല, ഞാൻ പാടി ഒരു ചാനലിന് വേണ്ടി പാടി. അങ്ങോട്ട് 5 മിനിറ്റ് ഞാൻ പുറത്തിറങ്ങി ഫേസ്ബുക്കിൽ ഒരു അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു ഡയലോഗ് എന്താ ആ യോധയിലെ ഡയലോഗ് എന്താ? കാവിലെ പാട്ട് മത്സരത്തിൽ നീ ഇനിയും കാണണം നമുക്ക്. ചേരണോന്ന്. ചേരണോ? അപ്പൊ എന്തായാലും പാടില്ല, ഒരു സംഘഗാനമെങ്കിലും നമുക്ക് പാടാം. ഞാനും കൂടാം. ഏതാ? ഞാൻ പറയാം, വാർത്തിങ്കൾ ഉദിക്കാത്ത ഇഷ്ടമുള്ള പാട്ട്. ഭയങ്കര വാർത്തിങ്കൾ ഉദിക്കാത്ത എനിക്കറിയില്ല, ഞാൻ കൂടാം. അതൊന്നും എനിക്കറിയില്ല. വാർത്തിങ്കൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, പൂമുഖം മായുമീ ഏകാന്തശയ്യയിൽ, പൂമുഖം മായുമീ ഏകാന്തശയ്യയിൽ എന്തിനീ അംഗമംഗല്യം, വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ, വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ, ഇനി എനിക്കാരാണോ നിഴലായി, ഇനി എനിക്കാരാണോ വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം. ഒട്ടും മോശമില്ലല്ലോ. രഞ്ജിനിയുടെ പാട്ട് കേട്ട് കേട്ട് പഠിച്ചതാ ഞാൻ. എനിക്ക് തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. സ്റ്റാർ സിംഗറിൽ വന്ന് തുടക്കത്തിൽ ഞാൻ പാടത്തില്ലായിരുന്നു. പിന്നെ ഐ ഡോണ്ട് കെയർ വാട്ട് എവർ ഐ സിംഗ് യു സേ, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും ഇതൊക്കെ തന്നെ പാട്ടിയും ഡാൻസ് ചെയ്യും, ഭയങ്കര തൊലിക്കട്ടിയായി. പക്ഷേ നിങ്ങളുടെ ജനറേഷനുമായിട്ട് പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വ്യത്യാസമാണ്. എന്റെ പ്രായമാണ്, പക്ഷെ നമ്മുടെ ജനറേഷൻ വേറെയാ. ഇവിടെ പാട്ട് പഴയ പാട്ട്. ഞാൻ പുതിയ മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് സമയമൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നും പുസ്തകം വായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? നൊസ്റ്റാൾജിക്. എനിക്ക് മെലഡീസ് ആണ് ഇഷ്ടം, പക്ഷെ എനിക്ക് കുറച്ച് ന്യൂ ജനറേഷൻ, കുറച്ചുകൂടെ ന്യൂ ജെൻ ആണ്. ഞങ്ങളെ കഴിഞ്ഞ 2 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് സംതൃപ്തി എന്നൊക്കെ. എന്തെങ്കിലും സംസ്കൃതി ഷെനോ. എനിക്ക് കുറെ ഷെനോയ് കൂട്ടുകാരുണ്ട്. കൊങ്കണി ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തി കുക്കിംഗ് ആണ് നിങ്ങളുടെ. അറിയാമോ കൊങ്കണി? ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ സ്വീറ്റ്സ് ഒക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അവരുടെ ഫുഡ് ഭയങ്കര ഹെൽത്തിയാണ്, നൈസ് ഫുഡ്. അല്ല, കൂടുതൽ സ്പൈസസ് മസാല ഒന്നും ഇല്ലാത്ത ഫുഡാണ്. അവരുടെ സ്കിൻ കണ്ടില്ലേ, ഞങ്ങളൊക്കെ നല്ല കോട്ടയംകാര് നല്ല മുളകരച്ച മീൻകറി കപ്പയും ഒക്കെ കഴിച്ച്
ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് വയറൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. അപ്പൊ മക്കളെ ഞാൻ കഴിഞ്ഞു. താങ്ക് യു രഞ്ജിനി, വെരി നൈസ് ഷോ. രഞ്ജിനിയെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയതും, രഞ്ജിനി നല്ലൊരു കമ്പയർ ചെയ്യുന്ന കുട്ടിയാണ്, കുട്ടി എന്നൊക്കെ പറയാം, കുട്ടിയാണ്. പക്ഷേ ആരെങ്കിലും കുട്ടീന്ന് വിളിക്കട്ടെ. രഞ്ജിനിക്ക് വേറൊരു ഫിഗർ ഉണ്ടെങ്കിലും രഞ്ജിനി അടുത്തറിയുമ്പോഴാണ് ഇത്രയും സ്വീറ്റ് ആയിട്ട് ഒരു കുട്ടിയാന്ന് മനസ്സിലാവുന്നത്. വെരി സ്വീറ്റ്. അതെ അതെ. പോയി പറയണേ മറ്റൊരിടത്തൊക്കെ ഞാൻ പാവാണ്, ഞാൻ സുന്ദരിക്കുട്ടിയാണ്. പാവല്ലേ? അതെ അല്ല, അതൊരു ഭീഷണിയാണ്. പാവല്ലേ? അല്ല, പൊതുവെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്, ഇറ്റ്സ് ഫൺ. അതും എൻ്റെ ഐഡന്റിറ്റി എനിക്ക് ഇഷ്ടമാണ്. ബാബി ആൻഡ് മാരഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി പവർഡ് ബൈ ഡബിൾ ഹോഴ്സിലെ ഞങ്ങളുടെ ഈ വീക്കെൻഡിലെ ഗസ്റ്റ്സ് ഇവിടെ നമ്മളോട് ഇവിടെ പറയുകയാണ്. സംസ്കൃതി, ഷനോയ് ആൻഡ് ആഷ, അരവിന്ദ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് ഫൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഫിലിം നന്നായി ഓടട്ടെ. വേഗം 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 എല്ലാവരും പോയി കാണണം. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും തന്നെ കാണണം. അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. എന്റെ റിക്വസ്റ്റ്. All right, so it's time to say goodbye, and as always the good night moment comes with a selfie. Come kuttigalli. കൊച്ചിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡി ജെ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരും പബ്ബിൽ പോണു, ഡി ജെക്ക് പോകണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ അവിടെ ചിലപ്പോ അതൊക്കെ ഭാവിയിൽ കോട്സായി വന്നേക്കാം. പോലീസ് കമ്മീഷണർ. നമ്മൾ ഭയങ്കര കണ്ണാൻ തുമ്പി എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ. എനിക്കെന്തറിയില്ല. പഞ്ചാബ്. അയ്യോ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി. റോ സെക്സ് അപ്പീൽ, ആനിമൽ അപ്പീൽ, മലയാളികൾ പ്രിഫറൻസ്. മലയാളി പ്രിഫറൻസ് രാജു, പൃഥ്വിരാജ്. അതെ, അതങ്ങനെയാണ്. ജാടയാണ് എനിക്ക്. ഭാമ. ഭാമച്ചുണ്ട്. ഷർട്ട് ഇല്ലാതെ മലയാള സിനിമയിൽ കാണാൻ താല്പര്യമുള്ള ഒരു നടൻ. ഓഹോ, ഫഹദ്. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. കൂതറ. ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ച് പറയണോ, കൃഷ്ണപ്രഭ ഒരു നല്ല റോളുണ്ട്, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വരുമോ, സ്ക്രിപ്റ്റ് പറയാനാ? അങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയുമെന്ന് തോന്നണില്ല. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്.